ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട പേര് പി.കെ. ചാത്തൻ മാസ്റ്റർ. കേരളത്തിൽ നിന്നുള്ള നിരവധി ദേശീയ നേതാക്കൾ അവരുടെ അസാധാരണമായ കാഴ്ചപ്പാടും അർപ്പണ ബോധവും കൊണ്ട് വരും തലമുറകളെ പ്രചോദിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പി.കെ. ചാത്തൻ മാസ്റ്റർ. സാമൂഹിക പരിഷ്കർത്താവ്, മന്ത്രി, സംഘടനാ നേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. ചാത്തൻ മാഷിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം നൽകിയ സംഭാവനകളും ഒരിക്കലും ഇരിങ്ങാലക്കുട എന്ന നാടിന് വിസ്മരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒന്നാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മാപ്രാണം സെന്ററിന് മുമ്പായി ഇടതുവശത്ത് കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന ഒരു ഹാൾ കാണാം. ഹാളിന് മുന്നിൽ പി.കെ. ചാത്തൻ മാസ്റ്റർ എന്ന വലിയ അക്ഷരങ്ങൾ. ആ വലിയ അക്ഷരങ്ങൾക്കപ്പുറം താഴെ തട്ടിലുള്ള ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മണ്ണിന്റെ മണമുള്ള, മനുഷ്യന്റെ ഗന്ധമുള്ള, അധികാരത്തിന്റെ വർണ്ണവെളിച്ചത്തിൽ നിന്നും മനസ്സും ജീവിതവും മാറ്റി നിർത്തിയ ഒരു മഹത് വ്യക്തിയുടെ പേരും പെരുമയും ചിത്രവും ചരിത്രവും ഇന്നും ഇരിങ്ങാലക്കുടയ്ക്ക് മാത്രം സ്വന്തമായി നിൽക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ വർണ്ണലിഖിതങ്ങളിൽ അടയാളപ്പെടുത്തിയ ആ യോദ്ധാവിന്റെ വിശേഷങ്ങളാകാം ഇന്ന്. ഏവർക്കും ടീം ഇരിങ്ങാലക്കുടയിലേക്ക് സ്വാഗതം. ആയിരത്താണ്ടുകളായി മാടുകളെ പോലെ പണിയെടുക്കുകയും പുഴുക്കളെ പോലെ ജീവിക്കുകയും പൂക്കളെ പോലെ കൊഴിഞ്ഞു വീഴുകയും ചെയ്തിരുന്ന ഒരു കാലത്തിന്റെ സംഭാവനയാണ് പി.കെ. ചാത്തൻ മാസ്റ്റർ. പൊതുജീവിതത്തിൽ ചടുലമായ പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെയാണ് അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയത്. ആധുനിക കേരളത്തിന്റെ ഇഴയെടുപ്പ് നടത്തിയതിൽ ഗണനീയമായ സ്ഥാനമാണ് ചാത്തൻ മാസ്റ്റർക്കുള്ളത്. തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ ഇരിങ്ങാലക്കുടയ്ക്ക് മാപ്രാണം മാടായിക്കോണത്ത് നിഴലിന് പോലും അയിത്തമുണ്ടായിരുന്ന കാലത്ത് 1920 ഒക്ടോബർ 8 ചാത്തൻ മാസ്റ്ററുടെ ജനനം. പയ്യപ്പള്ളി കാവലന്റെയും ചക്കിയുടെയും 7 മക്കളിൽ 4ാമനായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത്. തലപ്പുലയിലും കൃഷിക്കാരുമായിരുന്നു അച്ഛനും അമ്മയും. മറ്റെല്ലാവരെയും പോലെ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടുകളും അക്കാലത്തെ മറ്റിതര ദളിത് ജനസമൂഹങ്ങൾക്കും എന്ന പോലെ ആ കുടുംബത്തെയും വേട്ടയാടി. നാടെങ്ങും ഫ്യൂഡൽ ജന്മി നാടുവാഴിത്ത സംസ്കാരം കൊടികുത്തി വാണിരുന്ന കാലം. അടിമസമാനമായ ജീവിതം. അതുകൊണ്ട് തന്നെ അധസ്ഥിതർക്ക് ജീവിത ദുരിതങ്ങൾ പുത്തരിയല്ലായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. മാപ്രാണം പള്ളി സ്കൂളിലായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം. തുടർ വിദ്യാഭ്യാസം ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിലും എറണാകുളം മഹാരാജാസിലും. മഹാരാജാസിലെ പഠനത്തിനിടയിലാണ് കെ.പി. വള്ളൂനുമായി ബന്ധത്തിലാകുന്നത്. വാസ്തവത്തിൽ അതൊരു നിയോഗവും അതിലുപരി ഒരു നിമിത്തവുമായിരുന്നു. താമസിക്കാൻ സൗകര്യമില്ലാതിരുന്ന ചാത്തൻ മാസ്റ്റർക്ക് അഭയം കൊടുക്കുന്നത് MLC വള്ളൂനായിരുന്നു. വള്ളൂന്റെ മുറിയിലെ അന്തേവാസിയായതിനെ തുടർന്ന് നിരവധി സമുദായ പ്രവർത്തകരെ കാണാനിടയായി. അവരുമായുള്ള നിരന്തര സമ്പർക്കം മനസ്സിൽ ചാരം മൂടിക്കിടന്നിരുന്ന വിഷയങ്ങൾ കനലായി മാറി. സ്വന്തം ജനതയുടെ ദുരവസ്ഥ കണ്ട് മടുത്തിരുന്ന നിരവധി മനുഷ്യരെ കാണുന്നത് ആ സന്ദർഭത്തിലാണ്. കൃഷ്ണേതി ആശാനും കെ കണ്ണനും ദാക്ഷായണിയും പി.കെ. കൊടിയനും പി.സി. ചാഞ്ചനും തുടങ്ങി നിരവധി സഹോദരങ്ങളുമായുള്ള ബന്ധം തിരുക്കൊച്ചി പുലയ മഹാസഭയിൽ എത്തിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ എത്തിച്ചതിനു പിന്നിൽ പ്രവർത്തിച്ച പണ്ഡിറ്റ് കറുപ്പൻ വഹിച്ച പങ്കും നിസ്വാർത്ഥമായ സേവനവും സ്മരണീയമാണ്. കറുപ്പൻ മാഷിന്റെ സംഭാവനയായിരുന്നു കായൽ സമ്മേളനം. പുലയരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ സ്ഥലം അനുവദിക്കാതിരുന്ന സവർണ തമ്പ്രാക്കൾക്കേറ്റ ആദ്യത്തെ പ്രഹരമായിരുന്നു കൊച്ചി കായലിൽ ചേർന്ന സമ്മേളനം. ആ സമ്മേളനത്തിന്റെ തിരുക്കുറ്റിയായി പ്രവർത്തിച്ചത് പണ്ഡിറ്റ് കറുപ്പനായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സമുദായ പ്രവർത്തനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ മുഴുകുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഒരു ജോലി കൂടിയേ തീരൂ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് തൃശൂരിലെ ചിറക്കൽ സ്കൂളിൽ മാഷായി നിയമനം ലഭിക്കുന്നത്. തുടർന്ന് പെരുമ്പിലാവിലും ജോലി ചെയ്തു. ഇതിനിടയിൽ നിരവധി സംഭവങ്ങൾ കടന്നുപോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം സജീവമായി. വിവാഹവും കുടുംബജീവിതവും ആരംഭിച്ചു. വീറുറ്റ പ്രവർത്തകയും പോരാളിയുമായ കെ.വി. കാളിയായിരുന്നു ജീവിതസഖി. നിരവധിയായ പോരാട്ടങ്ങൾ. പൊറ്റയിൽ, വെട്ടിയാട്ടിൽ ജന്മികളുടെ തൊഴിലാളി ദ്രോഹങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ പണിമുടക്ക് സമരം കൊച്ചി പ്രദേശത്തെ ജനകീയ പ്രക്ഷോഭമായി മാറി. കുട്ടംകുളം സമരം, പാലിയം സമരം തുടങ്ങി നിരവധി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു. വിമോചന സമരകാലത്ത് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ അധിക്ഷേപം ഏൽക്കേണ്ടി വന്നതും മാസ്റ്റർക്കാണ്. പല അധിക്ഷേപങ്ങൾ ചാത്തൻ മാസ്റ്റർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആ പോരാളിയെ തളർത്തിയില്ല. ഇരിങ്ങാലക്കുടയിലെ പുറത്തിശ്ശേരി പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ചാത്തൻ മാഷിനെയാണ്. 1954 തിരുക്കൊച്ചി പ്രജാസഭയിലേക്ക് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് അദ്ദേഹം ജനകീയ അധികാര കേന്ദ്രത്തിൽ എത്തിയത്. പിന്നീട് ലോക ചരിത്രം തിരുത്തിയ 57 EMS മന്ത്രിസഭയിൽ
പട്ടികജാതി പൊതുഭരണ മന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുത്തു. അന്ന് ചാലക്കുടി ദ്വയാംഗ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത്. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് കെ ബാലകൃഷ്ണനായിരുന്നു. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കേരളീയർ മറക്കാനിടയില്ല, പ്രത്യേകിച്ച് ദളിതർ. പിന്നീട് തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്ന് 71ലും 77ലും വിജയിച്ച് നിയമസഭയിലെത്തി. ഈ കാലയളവിൽ അദ്ദേഹം നടത്തിയ നിസ്വാർത്ഥ സേവനം അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കേരളത്തിലെ ആദിമ ജനതയായ പുലയർ വിവിധ പേരുകളിൽ സംഘടിപ്പിച്ച് തമ്മിൽ തല്ലി തലകീറിക്കൊണ്ടിരുന്നതിന് പരിഹാരം വേണം എന്നത് ചാത്തൻ മാസ്റ്ററുടെ വലിയ ആഗ്രഹമായിരുന്നു. അതിന് പരിഹാരം എന്നോണം ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ തന്നെ മറ്റ് നേതാക്കളുടെ സഹകരണത്തോടെ 1968 ഒരു ഏകോപന സമിതിക്ക് രൂപം നൽകുകയും ചാത്തൻ മാസ്റ്ററുടെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് ആ സമിതി 1970 ഇന്ന് കാണുന്ന കേരള പുലയ മഹാസഭയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാ അയ്യൻകാളിക്ക് ശേഷം കേരളം കണ്ട അടിയാളരുടെ നേതാവായി ചാത്തൻ മാസ്റ്ററെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. കേരള ചരിത്രത്തിൽ കറുത്ത അക്ഷരങ്ങൾ കൊണ്ടല്ല തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട മഹത് വ്യക്തിയാണ് പി.കെ. ചാത്തൻ മാസ്റ്റർ. സ്വന്തം ചരിത്രം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നേതാവായിരുന്നു ചാത്തൻ മാസ്റ്റർ. അതുകൊണ്ട് മാസ്റ്റർ നടത്തിയ സമരങ്ങളും തന്റെ വിഭാഗത്തിനു വേണ്ടി ചെയ്ത സേവനങ്ങളും ഇന്ന് ഏറെക്കുറെ അജ്ഞാതമാണ്. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ മായാത്ത ഓർമ്മകൾ നൽകിക്കൊണ്ടാണ് 1988 ഏപ്രിൽ 22 ചാത്തൻ മാസ്റ്റർ വിടവാങ്ങിയത്. കേരള പുലയസഭയുടെ പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന പി.കെ. ചാത്തൻ മാസ്റ്ററോടുള്ള ആദരവായിട്ട് നൽകിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാപ്രാണത്തെ ചാത്തൻ മാസ്റ്റർ ഹാൾ. മാസ്റ്ററുടെ 35ാം അനുസ്മരണ ദിനത്തിലാണ് ഹാൾ നാടിന് സമർപ്പിച്ചത്. ഇരിങ്ങാലക്കുടയിലെ സ്വന്തം നേതാവായ ചാത്തൻ മാസ്റ്ററുടെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ വിലയേറിയ ഫീഡ്ബാക്ക് നൽകി പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു പുതിയ വിശേഷമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.